3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് തരുന്നൊരു യാത്രയയപ്പുണ്ട്. അതുവരെ സ്നേഹിച്ചിരുന്ന കുടുംബവും അതുവരെ നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നവരും 6 അടി മണ്ണിലേക്ക് വെച്ച് 3 പിടി മണ്ണ് വാരിയിടും. ഒരുപക്ഷെ ഉമ്മമാര് കണ്ടിട്ടുണ്ടാവില്ല. ഖബർ പറമ്പിൽ ചെല്ലുമ്പോ ആ ഖബറിലേക്ക് ഒരു മയ്യത്തിറക്കി വെക്കുമ്പോ ഖബറിലേക്ക് ഇറങ്ങി നിന്ന് മയ്യത്തിറക്കി വെച്ചവർ സ്ലേവിട്ട് മുകളിലേക്ക് കയറുന്ന സമയം ഒരു ഭാഗത്തു നിന്നും ഓരോരുത്തരും 3 പിടി മണ്ണ് വാരിയിട്ട് തുടങ്ങും. 3-ാമത്തെ പിടി മണ്ണ് ആ ഖബറും പുറത്തേക്ക് വീഴുന്ന സെക്കൻഡിൽ ഒരു ഭാഗത്ത് ആളുകൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും, അല്ലാഹുമ്മ സബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബിതുഹു ഇൻദ സുആൽ. ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, നിന്റെ ആങ്ങളയാ, പടച്ചോൻ എന്റെ അനിയനാ, അതുകൊണ്ട് സബ്ബിതുഹു ഇൻദ സുആൽ, ആ ഖബറിലിന്റെ സഹോദരന് നീ ധൈര്യം കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അവന്റെ പദവി മണ്ണിലേക്ക് വെക്കുന്നത് വരെയുള്ളൂ, അവന്റെ പണം മണ്ണിലേക്ക് വെക്കുന്നത് വരെയുള്ളൂ. ഈ ഭൂലോകത്തിന്റെ ചരാചരങ്ങളിൽ ഈ ലോകത്തിന്റെ കോടാനുകോടി സമ്പാദിച്ചവൻ മരിച്ചാലും പേര് മയ്യത്താണെങ്കിൽ റോഡ് വക്കിൽ ഷെഡ് കെട്ടി ബാധ്യതകളുടെ കൂമ്പാരത്തിൽ കടന്നു മരിച്ചവനും അവസാനം മണ്ണ് കറക്കി വെക്കുന്നത് മയ്യത്ത് എന്ന പേര് കൊണ്ടാണെങ്കിൽ നാദാ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കഴിവ് ഈ ഖബർ കിടക്കുന്നവനിങ്ങി കൊടുക്കണേ നാദാ. ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാദാ. സർവ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ നാദാ. ഇന്നാളുകൾ 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് ആ ഖബറിലേക്ക് വെച്ച് തിരിച്ചു പോകുമ്പോ പടച്ച റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഖബറിൽ ആ 6 അടി മണ്ണിൽ മനസ്സമാധാനത്തോടെ കിടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഖബറിൽ വേദനാജനകമായ പരീക്ഷണങ്ങളും ശിക്ഷകളും അനുഭവിക്കണ്ടെങ്കിൽ ആ ഖബർ കിടക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഈ ദുനിയാവെന്ന് നമ്മൾ കണ്ടെത്തി പോണം.